CPIM-ൻ്റെ കേരളത്തിലെ പ്രമുഖ നേതാവായ സഖാവ് കാനത്തിൽ ജമീല അകാലത്തിലാണ് നമ്മെ വിട്ടുപിരിഞ്ഞത്. രോഗം ബാധിച്ച് ചെന്നൈയിൽ ചികിത്സ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്ന സന്ദർഭത്തിൽ ഞാൻ പോയി നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്നു. വളരെ ആവേശത്തോടുകൂടി ജീവിതത്തിലേക്കും രാഷ്ട്രീയത്തിലേക്കും തിരിച്ചു വരാൻ കഴിഞ്ഞ ഒരു വലിയ സംതൃപ്തിയിലായിരുന്നു അവരന്നേരം ഉണ്ടായിരുന്നത്. ചെന്നൈയിൽ നിന്ന് ആശുപത്രി കഴിഞ്ഞ് വന്നതിന് ശേഷവും ചില പൊതുപരിപാടികളിലൊക്കെ മണ്ഡലത്തിൽ പങ്കെടുക്കുകയുണ്ടായിട്ടുണ്ട്. വളരെ ചെറുപ്പം മുതൽ രാഷ്ട്രീയ സംഘടനാ രംഗത്ത് പ്രവർത്തിച്ച് വന്ന ഒരു പ്രധാനപ്പെട്ട വനിതാ നേതാവിനെയാണ് പാർട്ടിക്ക് നഷ്ടമായത്. എല്ലാവരോടും നന്നായിട്ട് പെരുമാറാനും അവരുടെ എല്ലാം ഹൃദയങ്ങളിൽ സ്ഥാനം നേടാനും ഏത് സങ്കീർണമായ പ്രശ്നങ്ങളോടും ശരിയായ ദിശാബോധത്തോടെ ആ പ്രശ്നങ്ങളെല്ലാം കൈകാര്യം ചെയ്യാനുമുള്ള ശേഷി സഖാവ് ജമീലയുടെ പ്രത്യേകതയായി. പഞ്ചായത്ത് മെമ്പർ എന്ന രീതിയിൽ ആരംഭിച്ച് പഞ്ചായത്ത് പ്രസിഡൻ്റായി, പിന്നീട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായി, പിന്നീട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി, ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം വീണ്ടും പ്രസിഡൻ്റായി. ആ സന്ദർഭത്തിലാണ് കൊയിലാണ്ടിയിൽ മത്സരിക്കാൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചത്. കൊയിലാണ്ടി MLA എന്ന നിലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനമാണ് മണ്ഡലത്തിലും അതുപോലെ തന്നെ അസംബ്ലിയിലും പുറത്തുമെല്ലാം അവർ നിർവഹിച്ചിട്ടുള്ളത്. കൃത്യമായ നിലപാടുകൾ അവതരിപ്പിക്കുന്നതിൽ അസംബ്ലിയിലും എൻ്റെ പ്രസംഗങ്ങളിൽ രാഷ്ട്രീയമായ കാഴ്ചപ്പാടോടുകൂടി നിശിതമായ വിമർശനം പ്രതിപക്ഷത്തു നിന്ന് ഉയർത്തുന്ന നിലപാടുകൾക്കും സമീപനങ്ങൾക്കുമെതിരായിട്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് നിയമസഭയിലെ പ്രസംഗങ്ങളും അവർ നടത്തിയിരുന്നത്. എനിക്കിപ്പോഴും ഓർക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, കൊയിലാണ്ടിയിലെ ഒരുപടി ആളുകൾ ഗൾഫ് നാടുകളിലൊക്കെ ജോലി ചെയ്യുന്നവരാണ്. ഗൾഫിൽ ജോലി ചെയ്യുമ്പോൾ അവിടെയുള്ള കൂട്ടായ്മയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ MLA പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി സംസ്ഥാന സെൻറ്ററിലേക്ക് എഴുതുന്ന നിരവധി കത്തുകളിൽ അവരെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് സഖാവ് ജമീലയെ പരിപാടിക്ക് അയക്കണം എന്നായിരുന്നു. പാർട്ടി സംസ്ഥാന കമ്മിറ്റി തന്നെ ജമീലക്ക് അത്തരത്തിലുള്ള പരിപാടികളിൽ പോകാൻ അനുവാദം നൽകുന്ന നിലയും സ്വീകരിച്ചിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തും പാർട്ടിയെ സ്നേഹിക്കുന്ന, പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ മാത്രമല്ല, അല്ലാത്ത ഒരു വലിയ ജനവിഭാഗം സഖാവ് ജമീലയുടെ ജീവിതത്തെയും പ്രവർത്തനത്തെയും രാഷ്ട്രീയത്തെയും ബഹുമാനിക്കുന്നവരായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ആ രീതിയിൽ ഒരു ജീവിതകാലം മുഴുവൻ 59ാമത്തെ വയസ്സിൽ നമ്മെ വിട്ടുപിരിയുമ്പോൾ ഒരു ജീവിതകാലം മുഴുവൻ തന്നെ വർഗപ്രസ്ഥാനം എന്ന രീതിയിലും ബഹുജന പ്രസ്ഥാനം എന്ന രീതിയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന രീതിയിലും
അതേപോലെ തന്നെ MLA എന്ന രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിലും ഒക്കെ മുഴുകി എൻ്റെ ജീവിതം മുഴുവൻ പൊതുജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച ഒരു സമർപ്പിത ജീവിതമായിരുന്നു സഖാവ് ജമീലക്ക് ഉണ്ടായിരുന്നു. കാലത്തിൽ ജമീലയുടെ അകാലത്തിലുള്ള ഈ വിയോഗം അവരുടെ കുടുംബത്തിന് താങ്ങാനാവാത്ത കാലമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ജമീലയെ സ്നേഹിക്കുന്ന പാർട്ടി പ്രവർത്തകരും അല്ലാത്തവരും ഉൾപ്പെടെയുള്ള പതിനായിരക്കണക്കിന് ആളുകൾ അവരുടെ ദുഃഖത്തോടൊപ്പം പാർട്ടി സംസ്ഥാന കമ്മിറ്റി പങ്കുചേരുകയാണ്. അവരുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്, അനുശോചനം അറിയിക്കുകയാണ്.